ലഭ്യത കുറഞ്ഞതോടെ മീൻ വിലയിൽ വർധനവ് തുടങ്ങി. സാധാരണക്കാർ കൂടുതലും ഉപയോഗിക്കുന്ന മത്തി, അയല, ചെമ്മീൻ തുടങ്ങിയവയുടെ വിലയാണ് ഗണ്യമായി കൂടിയത്. കഴിഞ്ഞ മാസം വരെ സുലഭമായി ലഭിച്ചിരുന്ന മത്തി ഇപ്പോൾ ദുർബലമായാണ് ലഭിക്കുന്നത്. 80 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 120 രൂപയോളമാണ് വർധനവ് വന്നത്. കുഞ്ഞൻ മത്തിയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. വലിപ്പത്തിൽ ചെറുതായതിനാൽ കുറഞ്ഞ വിലയാണ് തൊഴിലാളികൾക്ക് കിട്ടിയത്. സാധാരണ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കണവയും അയിലയും ലഭിക്കാറുള്ളത്. ഇക്കുറി കാര്യങ്ങൾ മറിച്ചാണ്. 120 രൂപയുണ്ടായിരുന്ന അയലയ്ക്കിപ്പോൾ 200 മുതൽ 240 രൂപ വരെ നൽകണം. സാധാരണ വേനൽക്കാലത്ത് കൂടുതലായി കിട്ടിയിരുന്ന ചെമ്മീനും നെത്തോലിയും ചാളയും പരിമിതമായാണ് ലഭിക്കുന്നത്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരിൽ ഭൂരിഭാഗം പേരും വെറും കൈയോടെ മടങ്ങുന്ന അനുഭവമാണ്. സൂപ്ലാങ്ക്ടൺ, ചെമ്മീൻ ലാർവകൾ, മത്സ്യമുട്ടകൾ, ആൽഗകൾ, ജീർണിച്ച സസ്യാവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് മത്തിയുടെ ആഹാരം. ഇവയുടെ ലഭ്യത കുറഞ്ഞതോടെ മത്തിയുടെ വലിപ്പവും കുറഞ്ഞു. ഇത്തരം മത്തിക്ക് കേരളത്തിൽ ഡിമാൻഡില്ല. ഇതേ തുടർന്ന് തുച്ഛമായ നിരക്കിൽ ഇവയെ തമിഴ്നാട്ടിലെ കോഴിത്തീറ്റ, മത്സ്യത്തീറ്റ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുകയാണ്. മത്തിയുടെ വളർച്ചാമുരടിപ്പിന് കാരണം തേടുകയാണ് CMFRI. ചെറു മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടിക്കുന്നതാണോ കാലാവസ്ഥാ വ്യതിയാനമാണോ കാരണമെന്നറിയാനാണ് ശാസ്ത്രീയ പഠനം നടത്തുന്നത്. ഇതിന് സൂക്ഷ്മ നിരീക്ഷണം അനിവാര്യമാണ്. ഫിൻഫിഷ് ഡിവിഷൻ മേധാവി ശോഭയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനവും നടത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പ്രജനന സമയം നീണ്ടുപോയതാണോ ചെറുമത്തികളെ കൂട്ടത്തോടെ കിട്ടാൻ കാരണമെന്നും പഠനം നടത്തണമെന്ന് കുംഫോസിലെ വിദഗ്ധർ പറയുന്നു. ജൂൺ, ജൂലൈ മാസമാണ് മത്തിയുടെ പ്രജനന കാലം. മെയ് മുതൽ ജൂലൈ വരെ മുട്ടയിടും. 3 മാസമാണ് വളർച്ചാ കാലം. സാധാരണ 1 വർഷം വരെയാണ് മത്തിയുടെ ജീവിത ദൈർഘ്യം. ചിലപ്പോൾ 2 വർഷം വരെയും വളരും. ചൂട് കൂടുമ്പോൾ മുട്ട വിരിഞ്ഞെത്തുന്ന മത്തിക്കുഞ്ഞുങ്ങൾ പകുതിയോളം നശിക്കും. ഇക്കാലയളവിൽ ഇടയ്ക്ക് പെയ്ത മഴയാണ് മത്തി വളരാൻ കാരണം. എന്നാൽ മുരടിപ്പ് ബാധിച്ചു. 2014-2016 ചാളയുടെ വളർച്ച 16.4 സെന്റിമീറ്ററായി ചുരുങ്ങി. മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മീനുകളിൽ 95% മത്തിയാണ്. ഒരു വള്ളത്തിന് ശരാശരി 1 ടൺ വരെ ലഭിക്കുന്നുണ്ട്. 6 മാസമായി ഇതാണ് അവസ്ഥയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ചൂട് കൂടുന്ന ഭാഗത്തു നിന്നും മീനുകൾ താപനില കുറഞ്ഞിടത്തേക്ക് നീങ്ങുന്നതാണ് കേരള തീരത്തിപ്പോൾ ലഭ്യത കുറഞ്ഞതിന് കാരണം. സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കും. താപനില കൂടിത്തുടങ്ങുമ്പോൾ മുതൽ മീൻ ഉൾക്കടലിലേക്ക് പോകും. താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകില്ല. അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള യാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ അവിടെ പോയി മീൻ പിടിക്കാനാകുന്നില്ല. തമിഴ്നാട്, ആന്ധ്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണിപ്പോൾ കേരളത്തിലേക്ക് കൂടുതലായി മീനുകൾ എത്തുന്നത്. കേരളത്തിൽ 2 വർഷം മുമ്പുള്ള ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം മത്സ്യലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുള്ള സീസണിലും മൺസൂൺ സീസണിലുമാണ് മത്സ്യലഭ്യത കൂടുതലുള്ളത്. മത്സ്യലഭ്യത കുത്തനെ കുറഞ്ഞതോടെ ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോകുന്നത് ഭാഗികമായി നിർത്തിവച്ചിരിക്കുകയുമാണ്. ഇന്ധന ചെലവിനും തൊഴിലാളികൾക്ക് നൽകേണ്ട ദിവസ ചെലവിനും ലഭിക്കുന്ന മീൻ വിറ്റുള്ള പണം മതിയാകില്ലെന്ന് വന്നതോടെയാണ് യാനങ്ങൾ തീരത്തണഞ്ഞത്. ഒരു ബോട്ട് കടലിൽ ഇറങ്ങിയാൽ 1 ലക്ഷം രൂപയിലധികമാണ് ചിലവ്. ദിവസങ്ങളോളം കടലിൽ കിടന്നാലും മുടക്കുമുതൽ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിൽ. ഭീമമായ തുക ചിലവാക്കിയുള്ള കടലിൽ പോക്ക് ബോട്ടുകളും വള്ളങ്ങളും താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർദ്ധിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.